ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നേ നമുക്ക് നല്ല സ്വാദുള്ള ഒരു കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാം. കൊഞ്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1/2 സ്പൂൺ, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ, 1 സ്പൂൺ തൈര്, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വയ്ക്കുക. 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസാണ്. നമുക്കിനി ഇത് വറുത്തെടുക്കാം. എണ്ണ ചൂടാവട്ടെ. ഇടുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. കൊഞ്ച് ഫ്രൈ ആയിട്ടുണ്ട്. ഒരുപാട് ഫ്രൈ ആക്കണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ എടുക്കാം. കൊഞ്ച് വറുത്തെടുത്ത പാനിൽ തന്നെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് ബാക്കി ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് നിങ്ങൾക്ക് ചെറിയ പൊടിയായി അരിയുകയോ അല്ലെങ്കിൽ ചതച്ചെടുക്കുകയോ ചെയ്ത് ഞാനൊരു വിധം ചതച്ചെടുത്തതാണ്. ഒന്ന് മൂത്ത് വരട്ടെ. ഇതിലേക്ക് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പച്ചമുളക് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 or 3 പച്ചമുളകിടാം. ഞാനിപ്പോൾ 1 ചേർത്തിട്ടുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ്. ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി. അതുപോലെ നയിക്കിടാം. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇത് നന്നായി വഴണ്ട് വരണം. ഒരു ബ്രൗൺ കളറിലേക്ക് എത്തുന്നത് വരെ സവാള നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവാള നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് തക്കാളി, വലിയ 2 തക്കാളിയാണ്, അത് അരച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ ഈ സവാളയോടൊപ്പം കിടന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളിയുടെ പച്ച ചുവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ചെറിയ ചൂടുവെള്ളം ചേർക്കുക. ഗ്യാസ് ഒന്ന് കൂട്ടി വെച്ചിട്ട് അടച്ച് വയ്ക്കാം നമുക്ക്. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞു.
ഇതിലെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് വറുത്ത് വച്ചിരിക്കുന്ന കൊഞ്ച് ചേർക്കാം. കൊഞ്ചും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൊഞ്ചും കൂടെ ചേർത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വയ്ക്കണം. നമുക്ക് അടുപ്പ് മാറ്റി നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ കൊഞ്ച് റോസ്റ്റ് അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ സമയം കുറച്ച് നെയ്യ്, 1 സ്പൂൺ നെയ്യ്, ഇത് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഫാക്ടറാണ്. 1 സ്പൂൺ നെയ്യും കൂടി ഒഴിക്കുക. ഒന്നും കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നെയ്യ് ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെച്ചതാണ്. ഇപ്പം നോക്കി, നല്ല എണ്ണയും നെയ്യും ഒക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ കിഡിലൻ കൊഞ്ച് റോസ്റ്റ് റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.